ചില ആളുകൾ ചിലപ്പോൾ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾ ചിലരുടെ അവസ്ഥ അത്ഭുതമാണ്. ചിലപ്പോൾ അറബി പോലും ഒന്നും അറിയണ്ടാവില്ല. ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് അതിനു വേണ്ടി തർക്കിക്കും. അവൻ പരിഭാഷ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് വായിച്ചിട്ട് അവൻ പുതിയൊരു ചിന്താഗതിയും പുതിയ ഒരു മാർഗവും പുതിയ ഒരു പല ജാതി തഫ്സീർ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഏതോ ഒരു തഫ്സീർ പുതിയ ഇറങ്ങിയത് ദിഖറാണോ എന്താണ് പേര്. ഇതേപോലെയാണ് ഓരോരുത്തരും അവനവന്റെ തോന്നലിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കാം. ചില ആളുകൾ നിസ്കാരം 3 റക്അത്താണെന്ന് പറഞ്ഞതുപോലെ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത് ചില അപാകതകൾ, അബദ്ധങ്ങള്, മാനുഷികമായ ചില പോരായ്മകള് അതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്. CN അഹമ്മദ് മൗലവി തഫ്സീറിൽ എന്തുണ്ട്? വ്യതിയാനമുണ്ട്. അതിൽ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന പ്രവണതയുണ്ട്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ തിരുവഴി നടത്തി ഖുർആൻ ആയത്തങ്ങനെ ഓതുന്നു. ആ ആയത്തിന് ലോകത്ത് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ലാത്ത, അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും വെച്ചിട്ടില്ലാത്ത സ്വന്തമായ അർത്ഥമുണ്ടാക്കി വെക്കുന്നു. അതാണ് ചെയ്തത്. 10-15ഓളം ആയത്തുകൾക്ക് സ്വന്തം വ്യാഖ്യാനം അവനവന്റെ ബുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അമാനിമൂലയുടെ ഖുർആൻ പരിഭാഷ പോലും പറഞ്ഞിട്ടില്ലാത്ത, ചെറിയ മുണ്ടവും പറപ്പൂരുസ്താദും രചിച്ച പരിഭാഷയിൽ പോലും ഇല്ലാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ആയത്തുകൾ ഓതിയിട്ടുള്ളത്. അവരുടെ ബുദ്ധി കൊണ്ടൊന്ന് അളന്നു ഖുർആനിലെ ഓരോ കാര്യവും ഇങ്ങനെ അളന്നു. അപ്പൊ ഒരു മൗലവിക്ക് തോന്നി ഇതിൽ ഈ മുഅ്ജിസത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല. എന്താ? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിലടിച്ചിട്ട് ആ വെള്ളം 2ആയി പിളരുക, എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോവുക. അതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചില ആൾക്കാർ. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം, ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല രംഗത്ത് വരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ ഖുർആൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മകൻ ഈ സലഫിയത്തിന്റെ ഭാഗമാണ്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര്? അമാനി മൗലവിയുടെ സ്വന്തം മകൻ. എന്തിന്റെ പേരിൽ? സലഫിയത്തിന്റെ പേരിൽ. ഈ 99-ൽ ഇറക്കം ചെയ്തിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ. പക്ഷെ അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാതെ ആർക്കും സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഈ തഫ്സീറിന്റെ തത്വം എന്നിട്ട് പിന്നെ ഇത് ചോദ്യം ചോദിച്ചപ്പോ പറയാ ഇവര് ഖുർആൻ നിഷേധികളാണ്, ഖുർആനോട് വിരോധമാണ്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പ്രസംഗം, അതിന് ഹെഡിങ് എന്തായോ? വിസ്തക്കാരെ എന്താ നിങ്ങൾക്ക് ഖുർആനോട് അലർജി? അപ്പൊ എന്താ അലർജി? ഓല് പല അർത്ഥം സ്വീകരിക്കാത്തത് കൊണ്ട്. അവര് വെച്ച അർത്ഥം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതാണ് ഇപ്പൊ CH മുസ്തഫ മോദി കാണിക്കുന്നത്. ആയത്തോതൊന്നിന് മൂപ്പർ അർത്ഥം വെക്കും, ഉദയത്ത് കൊടുക്കണ്ട, പകരം അലമാരി മേശം കൊടുത്താൽ മതി. മൂപ്പർ അർത്ഥപ്പത് ഖുർആന്റെ ആയത്തൊന്നിന് പറയാം ഉദയത്തൊന്നുമില്ല, അതിന് പകരം പാവപ്പെട്ടവർക്ക് അലമാര, ഷെൽഫ്, ടേബിൾ, ചെയർ ഇതൊക്കെ വാങ്ങിക്കൊടുത്താൽ മതി. ഖുർആൻ പറയുന്നു എന്നാണ്. ഇത് ശരിയല്ല പറഞ്ഞാലോ കണ്ടോ ഖുർആൻ പറഞ്ഞു പോകാൻ സ്വീകരിക്കണില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. ചില ആളുകൾ പറയും ഈ ഖുർആനില് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞ അധ്യായം ഉണ്ടാവും, അതിലാകെ കുറച്ച് ആയത്തുകളെ തഫ്സീറിലുള്ളൂ, ബാക്കി ആയത്തൊക്കെ സ്വന്തം വ്യാഖ്യാനിക്കാനാ സുല്ലമി പറയണത്. അപ്പോൾ ചില മനുഷ്യന്മാര് അമാനി പരിഭാഷ പണ്ട് വായിച്ചിട്ട് ഇപ്പൊ അമാനി പരിഭാഷ എടുത്തു ഖുർആൻ വായിക്കുക, മൂപ്പരൊക്കെ അർത്ഥം വെക്കുക. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ബുദ്ധിമുട്ടാണ്. അമാനി പരിഭാഷ ഉള്ളത് മൂപ്പരെ ബുദ്ധി കൊള്ളുന്നില്ല. പണ്ട് കൊണ്ടിരുന്നു നല്ല കാലത്ത് സുബീസ്കേറ്റ് ചെയ്തിട്ട് അമാനി പരിഭാഷ വായിച്ച മനുഷ്യന്മാർ ഇപ്പൊ പിന്നെ അമാനി പരിഭാഷ വേണ്ട, മുസ്ലിം മർച്ചക്ക മൂപ്പര വക വ്യാഖ്യാനം. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ഈ പറയപ്പെട്ട ദിവസമൊക്കെ അതിലുണ്ട്. അപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ചേകനൂരികള് കണ്ടോ, മൗലവി അബുൽ ഹസൻ ചേകനൂര് പണ്ട് അർത്ഥം പറഞ്ഞപ്പോ നിങ്ങളതിനെ പല്ലൊക്കെ ഉപയോഗിച്ച് എതിർത്തു. ഇപ്പൊ നിങ്ങളിൽ ഒരു കൂട്ടർക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ചേകനൂര് പറയുന്ന ഓരോന്നും എന്ന് പറഞ്ഞു. ഒരു ഖുർആൻ പരിഭാഷർക്ക് ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച വള്ളിയുമില്ല പുള്ളിയുമില്ല അർത്ഥവുമില്ല വേറെയുമില്ല ഒക്കെ തെറ്റിച്ചാവും.
ഒക്കെ അവനാന്റെ ഇച്ഛയാ കൊടുത്ത്. വിശുദ്ധ ഖുർആനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ടാ ആ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ. അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട്, അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്ന ഒരു സ്റ്റേറ്റ് സമ്മേളനം, ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല, ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക്. ഒരു തലയും പാലുമില്ല, ഒരൊറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുന്ന ആ സാധനം. അത്ര അപകടകാരിയാണ്. സൂറത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങള്. അത്ര അപകടം പിടിച്ചൊരു പരിഭാഷ, മനസ്സിലായോ? ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ്, അള്ളാഹു ആണേ അത് മാത്രം പ്രസംഗിച്ചാൽ പോലും എന്റെ വികാരം തീരില്ല ഇവിടെ. അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബഖറയിലെ ചില ആയത്തുകൾക്കൊക്കെ. അള്ളാഹ് സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കൂല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. അള്ളാഹ് ഉണ്ടായി എന്ന് പറയാം, ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അള്ളാഹ് അങ്ങനെ ബാധിക്കും പറയാം, ഉണ്ടായിട്ടില്ല. അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാണോ ഒരു മലയാള പരിഭാഷ? അപ്പൊ വാഴക്കാട് പ്രസംഗം നടന്നപ്പോ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അള്ളാഹുവിന്റെ കയ്യ്, കാല്, കണ്ണ്. അപ്പൊ നമ്മളാളില്ലേ തിനാപ്പ ഇയാൾ ഈ കയ്യും കാലും പറഞ്ഞ് തിനാപ്പ അള്ളാന്റെ കയ്യ്, അള്ളാന്റെ കാല് കണ്ടിട്ട് ഇത് ഇങ്ങനെ പറയാൻ പോണ് എന്ന് പറയുന്ന ഒരു കൂട്ടരി നമ്മളിലുണ്ടായിരുന്നു. അന്ന് നിർത്തിവെച്ചിരുന്നെങ്കിലോ നമുക്ക് വിഷയം പഠിയോ? ജാഹിദുകൾ ഔദ്യോഗികമായി ഇറക്കിയത് രണ്ട് ഖുർആൻ പരിഭാഷ.